ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ റിലീസ് ഉണ്ടായിരുന്നു അല്ലേ. എല്ലാവരും ഏറെ കാത്തിരുന്നൊരു സിനിമയായിരുന്നു പുഷ്പരാജ്. അതാണ് നമ്മുടെ അല്ലു അർജുൻ. ഇവിടെ പുഷ്പരാജിന് പകരം ഒരു ചെറിയച്ചൻ രാജ് ആ പേര് കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഏതായാലും നമുക്ക് നേരെ സിനിമയുടെ റിവ്യൂയിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ടു ആരോ ഒരാൾ ജീവൻ കളഞ്ഞു ആ രീതിയിലുള്ള ഒരു വാർത്ത വരെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഏതായാലും സിനിമയുടെ ചെറിയൊരു റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇവരുടെയൊക്കെ ആക്ടിങ്ങുമായി സംബന്ധിച്ച കാര്യങ്ങൾ പറയാം. അല്ലു അർജുൻ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് പുള്ളിക്കാരൻ ഫൈറ്റ് അതുപോലെ തന്നെ ഡാൻസ് രണ്ടും ഇതിൽ ഈ പുഷ്പ 2 ഒരു മോശവും പറയാനുള്ള എന്നുള്ളതാണ്. പാട്ടിലാണെങ്കിലും പുള്ളിക്കാരൻ ചെയ്യുന്ന ഡാൻസ് സ്റ്റെപ്പ് അത് പിന്നെ അതിന്റെ തട്ടപ്പോയും മുകളിൽ തന്നെയാണ്. അത് പുള്ളിക്കാരൻ കീപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റുകൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഏതൊരു മാസമായിട്ടുള്ള സിനിമ ഇറങ്ങിയാലും KGF വെല്ലുന്ന സിനിമയാണ് എന്ന്. ഇത് ചുരുക്കത്തിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ ചില സീനുകൾ കാണുന്ന സമയത്ത് KGF മറികടന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തിയേറ്ററിലുള്ള കുറച്ച് 2-3 ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, അത് അപ്പുറത്തിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചില ഫൈറ്റ് സീനുകളും കാര്യങ്ങളും കാണുന്ന സമയത്ത് ഇത് KGF അപ്പുറത്തേക്ക് പോയെന്ന് തോന്നിയിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്കായിരുന്നു ഫൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ ശിഖാവത്, പുള്ളിക്കാരൻ പോലീസാണല്ലോ, എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ്റെ കുറച്ച് കോമഡി ആയിട്ടുള്ള രംഗങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. കാരണം പുള്ളിക്കാരൻ ഒരു റിവെഞ്ച് മോഡലാണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാൽ കൂടെ അതിൻ്റെ ഇടയിലായിട്ട് പുള്ളിക്കാരൻ ഒരു 3-4 ഭാഗത്ത് ചെറിയ കോമഡിയും കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്, ആളുകൾ ചിരിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള കോമഡിയും കാര്യങ്ങളും ഫഹദ് ഫാസിലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം മാസ്സായിട്ടുള്ളൊരു സിനിമ അതിലെല്ലാം ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കോമഡി എന്ന് പറയുമ്പോൾ എല്ലാവരും പക്ക കോമഡിയാണെന്ന് കരുതി പോകരുത്. കാരണം ഇങ്ങനെ മാസ്സായിട്ടുള്ള ഒരു സിനിമ വരുമ്പോൾ അതിനിടയിൽ നമ്മുടെ ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് ചെറിയൊരു കോമഡി അത് മാത്രമേ ഉള്ളൂ. അതും എന്താണെന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ അറിയാത്ത രീതിയിൽ അതെന്താണ് ഇതെന്താണ് അങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ. പുള്ളിക്കാരൻ്റെ ഭാഷ അതൊക്കെ പടം കണ്ടവർക്ക് അറിയുന്നുണ്ടാകും, മണ്ണൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാകും. അപ്പൊ ആ രീതിയിലുള്ള ഒരു കോമഡി കൂടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫൈറ്റിലൊന്നും ഒരു മോശം പറയാനില്ല. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രശ്മിക മന്ദാനയുടെ റൊമാൻറ്റിക്കുകളാണ്. അതായത് ഇവർ തമ്മിലുള്ള പ്രണയം, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും അവരിപ്പോഴും പ്രണയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ കഠോരമായിട്ടുള്ള രംഗങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നതിൻ്റെ ഇടയിലായിരിക്കും രശ്മിക മന്ദാനയ്ക്ക് റൊമാൻറ്റിക് കയറുന്നത്. അതെനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല എന്നുള്ളതാണ്. പ്രശ്നമൊന്നുമില്ല, അത് ആ ഒരു രീതിക്ക് അങ്ങനെ അത് ആ ഒരു രീതിയിലാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് പേഴ്സണലി ഇത് കണക്ട് ആയിട്ടില്ല. ആ ഒരു രീതിയിലേക്കായിരുന്നു റൊമാൻറ്റിക്. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെന്റിമെന്റലായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിൽ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓക്കെ കിഡിലനായിട്ട് മുന്നോട്ട് പോയി. ഫസ്റ്റ് ഹാഫിൽ ഒന്നും തന്നെ മോശം പറയാനില്ല. നമ്മുടെ ഫഫ അതുപോലെ തന്നെ അല്ലു അർജുൻ ഇവർ തമ്മിലുള്ള ഒരു കൊമ്പുകൂർക്കലായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ എൻഡിങ് ചെയ്ത ഒരു സമയത്ത് കരുതിയിട്ടുണ്ടായിരുന്നു, ഇനി കഠോരമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫഹദ് ഫാസിലും അതുപോലെ തന്നെ അല്ലു അർജുനും. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോയേക്കും കഥ അങ്ങ് ചെറുതായിട്ട് മാറി എന്നുള്ളതാണ്. ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു ഭാഗത്തേക്ക് പിന്നീട് ഒരു ചെറിയച്ചൻ ആ രീതിയിലേക്കുള്ള കാര്യമായിട്ട് വരികയാണ്. അതായത് നേരത്തെ പറഞ്ഞത് ഒരു ചെറിയച്ചൻ രീതിയിലുള്ള ഒരു സെന്റിമെന്റൽ കാര്യമായിട്ട് പിന്നീട് വരികയാണ്. അതാണ് അത് ക്ലൈമാക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ എന്താണ് സംഭവിച്ചത് ഒന്നും മനസ്സിലായില്ല. അത് മനസ്സിലായില്ല എന്നുള്ളതല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സിൽ കൊണ്ടുപോയിട്ട് അവർ ഇട്ടു. അതാണ് ഉണ്ടായത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ആ ഒരു ഭാഗം ആ ഒരു അധിക സിനിമയിലും ഇങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. ഒരു പെങ്ങള് സഹോദരി ആ രീതിയിലുള്ള ഒരു കാര്യം എല്ലാ സിനിമയിലും ഉണ്ട്. അതും ഇവിടെയും കുത്തിക്കയറ്റിയിട്ടുണ്ട്. ക്ലൈമാക്സ് അവിടെ കൊണ്ടുപോയിട്ട് എൻഡ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ക്ലൈമാക്സിനും വേറെ ട്വിസ്റ്റ് ഉണ്ട്. പുഷ്പ 3 അതുണ്ട് എന്നുള്ളതാണ്. പുഷ്പ 3 കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം പുഷ്പ ഫയർ ആണെന്ന് പറയുന്നുണ്ട്. ഫയർ ആയിക്കൊണ്ടാണ് പുഷ്പ അവസാനിപ്പിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ള ആ ഒരു ഭാഗം അത് അവിടെ വേണ്ടിയിരുന്നില്ല. കാരണം ഒരു ദീർഘമായിട്ടുള്ള പടമാണ്, 3 മണിക്കൂറിന് അപ്പുറത്തുണ്ട് സിനിമ. അത്രക്കൂടും അങ്ങോട്ട് വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ സിനിമയുടെ കഥയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സിനിമ ആദ്യം തുടങ്ങുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചന്ദനത്തടികൾ, അത് തന്നെയാണല്ലോ മെയിൻ ആയിട്ടുള്ള പരിപാടി. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചന്ദനത്തടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടത്തുന്നു. ആ കാര്യം സാധിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. പിന്നെ നേരെ കഥ മാറുകയാണ്, ചെറിയച്ചൻ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പൊ ഞാൻ ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഈ സിനിമയിൽ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷെ ക്ലൈമാക്സ് മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ 3 അതായത് പുഷ്പ 3 ഉണ്ട്, അതിന്റെ ക്ലൈമാക്സ് നമ്മൾ അതിലേക്ക് വരുമല്ലോ. പുഷ്പ 3 ഉണ്ടെന്ന് നമ്മൾ അറിയുമല്ലോ.
അതൊക്കെ ആയിരുന്നു, ആ ഒരു ക്ലൈമാക്സ് ഓക്കെ ആയിരുന്നു. അല്ലാത്തത് അതിന്റെ കുറച്ച് മുൻപുള്ള ഭാഗമൊന്നും അതൊന്നും ഇതിൽ കുത്തിക്കയറ്റേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ പുഷ്പരാജിന്റെ എൻട്രികൾ ഒരു രക്ഷയില്ലാത്ത എൻട്രികളാണ്. ഫസ്റ്റ് ഹാഫ് മുഴുവനായിട്ടും പുള്ളിക്കാരൻ എവിടെ വന്ന് ഇറങ്ങുന്നോ അതൊക്കെ പുള്ളിക്കാരന്റെ എൻട്രികളാണ്. നല്ല രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും പുള്ളിക്കാരന്റെ എൻട്രികൾ അതിഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു ഫൈറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഒരു എന്താ പറയാ, ജപ്പാനോ അവിടെ ഇടയ്ക്ക് വെച്ചതുള്ള ഒരു ഫൈറ്റ് ഒക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. അതൊന്നും സ്പോയിലർ ആയിട്ടുള്ള കാര്യമല്ല, പടം തുടങ്ങുമ്പോൾ തന്നെ അതാണ് കാണിക്കുന്നത്. പക്ഷെ അല്ലുവിന്റെ ആ ഒരു എൻട്രി, ഓരോ ആളുകളും തിയേറ്ററിൽ ഇരുന്ന് ഫോണും തൂക്കി പിടിച്ച് അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 ദിവസം അതിനുള്ളിൽ അല്ലു അർജുന്റെ എല്ലാ എൻട്രികളും യൂട്യൂബിലാണെങ്കിലും മറ്റും എല്ലാം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയധികം ആളുകൾ എൻ്റെ മുന്നിലേക്ക് ഇരിക്കുന്ന എത്ര ആളുകളാണെന്ന് അറിയാം. അല്ലു അർജുന്റെ ഓരോ എൻട്രികളും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരേക്ക് എന്തെങ്കിലും ഒരു നിയമ നടപടി കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം ഓരോ ആളുകളും കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഫോണിൽ തൂക്കി പിടിച്ച് എടുക്കുക എന്നിട്ട് പബ്ലിക് ആക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതായാലും എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ലഭിക്കേണ്ട ഒരു പടം കൂടിയാണ് ഇത്. അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ BGMs ആണെങ്കിലും അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ഫൈറ്റിങ്സ് അത് കാണാനാണ്. അതായത് എല്ലാവരും ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് പുള്ളിക്കാരൻ സാരിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വേഷം ഉണ്ടായിരുന്നു. ആ ടൈമിലെല്ലാം ഫൈറ്റ്, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിനോട് അടുക്കുന്ന ആ ഒരു സമയത്തുള്ള ഒരു ഫൈറ്റ്, അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. അതൊക്കെ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഫീല് ലഭിക്കത്തുള്ളൂ. പിന്നെ മ്യൂസിക്കും കാര്യങ്ങളും ഇത് മലയാളത്തിൽ ഡബ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നുണ്ട്. 1-2 സോങ്സ് ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പക്ഷേ ഒരു ഫൈറ്റോട് കൂടിയിട്ടുള്ള ഒരു സോങ് അല്ല, ഒരു BGM ഉണ്ട്. അതൊക്കെ പക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഡയറക്ടർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അല്ലു അർജുനെ കൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KGF-നെ വെല്ലുന്ന ചില സീനുകൾ ഈ ഒരു പുഷ്പ 2-ൽ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നും തന്നെ മോശം പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പേഴ്സണലി ഒരുപക്ഷെ എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം. ഒരു കഥ ഒന്ന് ചേഞ്ച് ആയി, സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കഥ ഒന്ന് ചേഞ്ച് ആയി, ക്ലൈമാക്സ് ഒരു ഇത്തിരി അങ്ങോട്ട് ഒരു ലാഗ് ആയോ എന്നുള്ളൊരു ഫീൽ എനിക്ക് മാത്രമാണ് വന്നത്. അത് എനിക്കും അറിയത്തില്ല. നിങ്ങൾ എൻ്റെ റിവ്യൂ മാത്രം കണ്ടു കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കണ്ട, കുറച്ച് ആളുകളുടെയൊക്കെ റിവ്യൂ കണ്ടു നോക്ക്. ഏതായാലും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നത്തില്ല. ആ രീതിയിലുള്ള ഒരു സിനിമയാണ് പുഷ്പ. കങ്കുവൊക്കെ കണ്ട സമയത്ത് ഞാൻ അതിനെപ്പറ്റി വല്ലാണ്ടൊന്നും പറഞ്ഞിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയാം അതിലെന്താണ് ഉണ്ടായിരുന്നത് എന്ന്. പക്ഷെ ഇതങ്ങനെയല്ല. അല്ലു അർജുൻ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അത് അവസാന ഭാഗത്തേക്ക് ഒരു കല്യാണക്കുറി കൊണ്ടുവരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയമാണ്, പെട്ടെന്ന് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു എന്നുള്ളത്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്പോയിലർ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, കാരണം അതൊക്കെ വെറും ഒരു കല്യാണം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ നിങ്ങൾ പോയി കാണുക. തീർച്ചയായിട്ടും ഈ ഒരു പുഷ്പ 2 എന്ന് പറയുന്ന ഈ ഒരു സിനിമ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം കണ്ടിരിക്കാനുണ്ട്. ആ ഒരു രീതിയിലുള്ള സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരെയും കൊണ്ട് കാണാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ രീതിയിലുള്ള കുറച്ച് ഒരു ക്ലൈമാക്സിലൂടെ അടുക്കുന്ന ഒരു സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവാ, അത്രയേ ഉള്ളൂ. ഏതായാലും എന്താണ് സിനിമ കണ്ടവർ ചില ആളുകളൊക്കെ ഉണ്ടാകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. ഓക്കെ, ബൈ.